ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമോ നമഃ. ബാലേ കിളിയേ സുശീലേ മഹാപുണ്യശാലിനി ചൊൽകിടോ മേലേടവും കഥ എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ വന്ദിതന്മാരെ വണങ്ങി വഴിപോലെ. ദ്വാദശസ്കന്ധത്തിൻ മുമ്പിനാലേഖനം രാജാക്കൾ തന്നുടവാഴ്ചകെ ചൊല്ലുന്നു. പിന്നെ കലിധർമ്മമായതേലാതയും നിന്നു കൊള്ളുവാനുപായം പറയുന്നിതു. പിന്നെ പ്രളയക്രമം പുന ശ്രീശുകൻ മന്നവനോടുപദേശിച്ചു പോയതും മന്നവൻ ദക്ഷകേതുനാ ദേഹത്തെ നന്നാദഹിപ്പിച്ച് മോക്ഷം ലഭിച്ചതും വേദശിക്ഷാക്രമം പിന്നെ പുരാണങ്ങൾ ഭേദവും പിന്നെ മാർക്കണ്ഡേയ വൃത്തവും മന്നിടമീരേഴും ഈശ്വര സ്ഥൂലമെന്നതും ഈശ്വര സ്ഥൂലമാമെന്നതും ആദിത്യവ്യൂഹ വിസ്താരവും പിന്നേതു സംക്ഷേപമാകും ചരിതവും പിന്നെ പ്രതിപാദ്യ ദേവതൻ തൻ സ്തുതി. പുണ്യപുരാണങ്ങൾ തൽ ഗ്രന്ഥസംഖ്യയും എന്നിവയെല്ലാം ജഗൽപതി മാധവൻ തന്നുടെ പുത്രനാം ബ്രഹ്മന് ഉപദേശമാകുന്നിതെന്നും പറയുന്നു. ദ്വാദശമാകും സ്കന്ധത്തിലെന്നറിഞ്ഞിടുവിൻ എന്നു പറഞ്ഞു സൂതൻ മുനിമാരോട് പിന്നേതു വിസ്തരിച്ചും പറഞ്ഞിടുന്നു. നന്ദാത്മജൻ നരമൂർത്തിമാനീശ്വരൻ തന്നുടമായ വിലാസങ്ങളെ കൊണ്ട് മന്നിടം ഭാരം കളവാൻ അവതരിച്ച് അന്നുള്ള ലീലകളും കേട്ട് മോദേന നന്ദാത്മജൻ നരകാരി നാരായണൻ തന്നുട ബന്ധുക്കൾ യാദവ വംശവും ചെന്നു ചേർന്നാർദിവീതങ്ങൾ തൻ കാരണേ എന്നതും രാമകൃഷ്ണന്മാർ ശരീരത്തെ യോഗബലത്താൽ ത്യജിച്ച് പരബ്രഹ്മയോഗപദം ചേർന്ന വൃത്താന്തവും കേട്ട് മന്നവൻ വിഷ്ണുരാധൻ ഹരിഭക്തനും നന്നായി തൊഴുത് ശുഗമുനി തന്നോട് പിന്നെയും ചോദിച്ചു ശേഷം കഥകളെ നന്നായി തെളിഞ്ഞു മുനിയുമരുൾ ചെയ്ത് ആശ്രയം ചൊല്ലുമാ ദ്വാദശസ്കന്ധത്തിൽ ആശ്രയമെന്നുള്ളതാത്മാ പരമാർത്ഥം മുന്നമേ ചൊന്ന നവലക്ഷണത്തിനാൽ നന്നായതിലുള്ള യുക്തികളെ കൊണ്ടും ഭേദമില്ലേക്കാത്മതത്വമൊന്നെന്നതും സാധിക്ക ചെയ്തതും ചൊന്നതിലൊക്കെയും ചൊന്നതിലെല്ലാം പരമാത്മാ കേവലം തന്നുടെ ശക്തി വിഷയമല്ലോ കാലം കാലത്തിനൊത്തൂരധീനമല്ലോ സർവലോകവും ലോകത്തിനാശ്രയമാം ധർമ്മപാലനം ചെയ്യും നൃപന്മാരെയും എല്ലാം മേലിൽ പറഞ്ഞതിലിന്നു സാധിക്കുവാൻ ചൊല്ലുന്നതിപ്പോൾ കലിയുഗ വർണ്ണനമെല്ലാം മുഞ്ചൊന്ന ശേഷം ബലിപ്പിപ്പാൻ കേൾക്ക
കലിയുഗെ രക്ഷിക്കും രാജാക്കൾ ഒക്കെ ധാർമ്മികന്മാരായി ദ്രവ്യത്തിൽ കാമപരവശന്മാരായിരിപ്പതെന്നാമതു തോന്നിപ്പതിന്നു പുരഞ്ജയൻ മുന്നേവനായിട്ട് ചൊൽവൻ റബന്മാരെ ഇന്ന് അന്ത്യമായ കലിയിൽ പുരഞ്ജയൻ എന്നൊരപുങ്ങം മഹാനൃപനുണ്ടാകും. മന്നവൻ തന്ന മാത്തിൻ ശുനകാഭിതം തന്നുടെ സ്വാമിയെ കൊന്നു തൽപുത്രനാം പ്രദ്യോതനം ഭൂപതിയാക്കി വയ്ക്കുന്നു. പ്രദ്യോതനസുതൻ ബാലകൻ സുതൻ പിന്നെ വിശാഖയോപൻ സുതൻ രാജകൻ നന്ദിവർദ്ധനൻ ഇവർ പ്രദ്യോതനർ വൃത്തിയെ 138 വർഷവുമൊത്തവണ്ണം ഭരിച്ചിടുന്നു മന്നവ. പിന്നെ ഭവിക്കും ശിശുനാഗൻ സുതൻ പിന്നേത് കാകവന്നൻ ക്ഷേമധർമാവും തൻ മകനായിരിപ്പോനല്ലോ ക്ഷേത്രജ്ഞൻ പിന്നെ വിധിസാരജാത ശത്രുർത്ഥത. പിന്നെ ദർഭകൻ അധികൻ നന്ദിവർത്തനൻ പിന്നെ ജനിപ്പോൻ മഹാനന്ദി. ഇങ്ങനെ മന്നൻ ശിശുനാഗനാദിയായി 10 പേർ 360 വർഷം കാലിയെങ്കിൽ മന്നിടം മന്നരായി പാലിച്ച് പുത്രരിൽ 10 പേരിലൊടുക്കത്തോൻ മഹാനന്ദി. പുത്രനായ നന്ദൻ ഭവിച്ചു ശൂദ്രസ്ത്രീയിൽ. നന്ദനേറ്റം മഹാബലം ഉന്നതൻ ഭൂമണ്ഡലപതിയായവൻ ക്ഷത്രിയ വംശവിനാശനം ചെയ്തവൻ എത്രയും കീർത്തിയായി വാഴുന്നവങ്കൽ നിന്ന് എത്രയും ഏറ്റം അധാർമികന്മാരായി ശൂദ്രസമപ്രായരാകിട്ട് രാജാക്കൾ വന്നു ഭവിക്കുന്നു നന്ദനിൽ നിന്നകോ. പിന്നെ നന്ദനൻ ഏകഛത്രാധിപത്യമായി മന്നിടത്തിങ്കൽ മനുഷ്യാസനയില്ല. നന്നായി ലംഘിച്ച് വേറൊരാദിത്യവൽ നന്നായി വാഴുന്ന കാലം അവൻ 8 പുത്രരുണ്ടായി സുമാല്യ പ്രമുഖന്മാർ. ഇത്തരം വാഴുന്ന കാലത്ത് മന്നവൻ പിന്നെയും 100 പേരുണ്ടായി ഭവിക്കുന്നു. അന്നൊരു ഭോസുരൻ താൻ നന്ദഭൂവനെ തന്നെയും പുത്രരെയും കൊന്ന് മേദിനി തന്നിലടക്കുവാനെക്കൊണ്ട് നന്ദനനെ തന്നെയും മക്കളെയും ഒടുക്കി പിന്നെ മൗര്യനാം ചന്ദ്രഗുപ്തൻ അഭിഷേകവും ആരണേന്ദ്രൻ നൃപസ്ഥാനത്ത് ജയിച്ച് വാഴുന്ന നാൾ ചന്ദ്രഗുപ്തനും പുത്രനും തോഷമോടെ ജനിച്ചിടിനോരൊൻപതാൾ വാരിസാരന ശോകവർദ്ധനൻ പിന്നെ വീരനാകുന്ന സുയശസ്. സംഗതൻ ശാലിശോകൻ സോമശർമ്മ ശതധന്വാൻ ബാലൻ ബൃഹദ്രഥൻ ഇങ്ങനെ നാമങ്ങൾ മൗര്യാദികൾ ദശമിങ്ങനെ മേധിനി 137 വർഷം ഹരേ കലിയെങ്കൽ ഒറ്റമോട രാജ്യഭാരം വഹിക്കുന്നു. മൗര്യനാകുന്ന ബൃഹദ്രഥൻ തന്നുട സേനാപതിയായി ഭൃത്യനായി മേവുന്ന പുഷ്പമിത്ര ശുഗങ്കനാകുന്നവൻ താനും സ്വാമിയെ കൊന്നുത. രാജ്യമടക്കുന്നു കാമിതനാം ശുഗങ്കൻ അഗ്നിമിത്രൻ സുതൻ സുജ്യേഷ്ഠനും വസുമിത്രനും ഭദ്രകൻ സഞ്ജാതനാം പുളിന്ദൻ ഘോഷവാൻ പിന്നെ വജ്രമിത്രൻ ഭാഗവതൻ ദേവഭൂതി ഇജ്ജലം 10 പേരാമങ്ങവർ 10 മന്നവർ ദേവബുദ്ധ്യാന്തമാ രാജ്യവും നന്ദിച്ചു 100 വർഷത്തിലധികമായി പാലിച്ച് ദേവഭൂതി ശുംഖനായവൻ. കാലത്തമാത്യനാം ഗണ്വാ വസുദേവൻ തന്നുടെ സ്വാമിയെ കൊന്നിട്ട് രാജ്യവും തന്നുടെ പാടാകിടക്കുന്നു
ഭോഗങ്ങൾ കണ്വായന വസുദേവൻ ഭൂമിത്രൻ നന്ദനൻ നാരായണൻ അന്നു സുസന്മാവും സുശർമാവും കണ്വായനന്മാരവരുമാമേദിനി പാലിച്ച് 345 അന്നു സുശർമ്മന്റെ വൃത്തിൻ ബലീകനും സ്വാമിയെ കൊന്നു